أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب تمم بالخير والسعادة إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ അർബഈൻ ഹദീസ് നമ്പർ 4. عن أبي عبد الرحمن عبد الله بن مسعود رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق. അബൂ അബ്ദുറഹ്മാൻ എന്ന് ഓമന പേരുള്ള, ഉമ്മ് അബ് എന്നൊക്കെ ചേർത്തിട്ടാണല്ലോ കുഞ്ഞത്ത് ആലം ഓമന പേര് വിളിക്കാറുള്ളത് അറബിയിൽ. അബ്ദുള്ള എന്നാണ് പേര്. ഉപ്പാന്റെ പേര് മസ്ഊദ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ തന്നെ മക്കയിൽ വെച്ച് മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു കാരണമായി പറയുന്നത്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഇങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹം ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന ധനാഢ്യന്റെ ധാരാളം ആടുകൾ, അവയെ മേക്കലായിരുന്നു മഹാനവറുകളുടെ ആദ്യകാലത്ത് അവരെ ജോലി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങളെ കയ്യിൽ പാലുണ്ടോ, ഞങ്ങൾക്കൊന്ന് കുടിക്കാൻ, മരുഭൂമിയിലെ ദാഹവും ക്ഷീണവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ പാലുണ്ട്, ആടുകൾക്ക് പാലുള്ള ആടുകളുണ്ട്, പക്ഷേ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് എൻ്റെ മുതലാളി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ചോദ്യം, എന്നാൽ ഇതുവരെ പാല് തരാത്ത, പാലില്ലാത്ത ഒരാടിനെ ഞങ്ങളിലേക്ക് അയക്കുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരികയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറിയ ആട്ടിൻകുട്ടിയുടെ അകിടിൽ തടവിയപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തപ്പോൾ പാലുകൊണ്ട് അതിൻ്റെ അകിട് നിറയുകയും അങ്ങനെ ഒരു പാത്രത്തിൽ അത് കറന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേരും അത് കുടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുടിക്കുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ആ അകിടിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, നേരത്തെ പാലില്ലാത്ത അവസ്ഥയായിരുന്നല്ലോ, അതേ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുക. ഈ ഒരു സംഭവം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരത്തെ കേട്ട് പരിചയമുള്ള ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഈ നമ്മുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇവര് അവിടത്തോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശ്വസിക്കുകയാണ്. കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് ആരാണ് വിശുദ്ധ ഖുർആൻ ഉറക്കെ ഓതുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയിക്കോളാം എന്ന് മഹാനവറുകൾ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വളരെ ആരോഗ്യം കുറഞ്ഞ, അതുപോലെ ഉയരം കുറഞ്ഞ ആളായതുകൊണ്ട് നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും ആരാ ഇനി പോകാമെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ഞാൻ പോകാം അങ്ങനെ ആവേശത്തോടുകൂടെ പോവുകയും കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് സൂറത്തുർ റഹ്മാൻ ഉറക്കെ ഓതുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ആ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് അബൂജഹൽ വന്ന് മഹാനവറുകളെ ചെകിട്ടത്തടിച്ച് അങ്ങനെ ഒരുപാട് അതിക്രമങ്ങൾ കാണിച്ച് ആ സമയത്ത് അതിലൊക്കെ ആനന്ദം കണ്ട് ഇസ്ലാമിനെ സ്നേഹിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഖാദിമായി നിലകൊണ്ടിരുന്ന ആളായിരുന്നു മഹാനവറുകൾ.
പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെരുപ്പ് എവിടെയെങ്കിലുമൊക്കെ അലക്ഷ്യമായി കിടക്കാതിരിക്കാൻ, ചെരുപ്പ് അവിടെയും ഇവിടെയും തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് അങ്ങനെ ഖാദിമുകളിൽ ഒരാളായി നിലകൊണ്ട് ധാരാളം ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, അല്ലെങ്കിൽ ധാരാളം ചരിത്രങ്ങൾ മുസ്ലിം ഉമ്മത്തിന് സമ്മാനിച്ച വലിയ മഹാനാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മസ്ഊദിൻ ബിഖിദ്മത്തിന അലിഹി വ അന സഈദു ബിഖിദ്മതി ലിമിസാലിഹാ. ഇനി മഹാനവറുകളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ പോയാൽ നമ്മളെ ഈ ഹദീസിന്റെ ചർച്ച അത് വൈകുമെന്നതുകൊണ്ട് മഹാനവറുകളുടെ ഹിസ്റ്ററിയിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. മഹാനവറുകൾ പറയുന്നു, ഹദ്ദസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ചില സ്ഥലത്ത് ഹദീസിൽ നമുക്ക് കാണാം ഹദ്ദസനി, എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഒരു പക്ഷേ ആ പറയുന്നത് കേൾക്കുമ്പോൾ ഈ ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ മാത്രം. നേരെ മറിച്ച് ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ട്, രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ട്. ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഇരുന്ന് ഞങ്ങളോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പറച്ചിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് കേൾക്കാൻ വേറെയും ആളുണ്ട്. ഹദ്ദസന, ഞങ്ങളോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. എന്നിട്ട് അവിടെ മഹാനവറുകൾ പ്രത്യേകം ചേർത്ത് പറയാണ്, വഹുവ സ്വാദിഖു വൽ മസ്ദൂഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാദിഖും മസ്ദൂഖുമാണ്. ആ മുത്തുനബിയാ പറഞ്ഞത് കേട്ടോ. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ആരാണ് സ്വാദിഖ് എന്ന് പറഞ്ഞാൽ? ആരാ? ഫി അസ്വാദിഖു ഫി ജമീഇ മാ യഖൂലുഹു, പറയുന്ന എല്ലാറ്റിലും സത്യം മാത്രം പറയുന്ന. സത്യം എന്ന് പറഞ്ഞാൽ അൽ മുതാബിഖു ലിൽ വാഖിഅ, യാഥാർത്ഥ്യത്തോട് യോജിച്ചത്, കളവ് പറയാത്ത, സത്യം മാത്രം പറയുന്ന മുത്തുനബിയാണ് ഈ പറഞ്ഞത് കേട്ടോ. മാത്രമല്ല വിശ്വസിക്കപ്പെടാവുന്ന ആളാണ്, മസ്ദൂഖാണ്. അവ പറയുന്നതിൽ സത്യസന്ധത പുലർത്തുകയും എന്നാൽ അവിടത്തേക്ക് കിട്ടിയതിൽ, നബിതങ്ങൾ എപ്പം പറയുമ്പോഴും സത്യം മാത്രമേ പറയുള്ളൂ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ദൂഖാണ്, അതായത് നമുക്ക് സത്യമാക്കാൻ പറ്റിയ ആളാണ്, വിശ്വസിക്കപ്പെടാൻ പറ്റിയ ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നൽകപ്പെടുന്ന വഹിയിൽ നമുക്ക് അവിടത്തെ വിശ്വസിക്കാം. എന്തുകൊണ്ട്? ലിഅന്ന ജിബ്രീല യഅതീഹി ബിസ്സദഖ്, വളരെ സത്യസന്ധമായിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആ വഹി കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടത്തേക്ക് ലഭിച്ചിരിക്കുന്ന വഹിയിൽ നമുക്ക് വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന ആളും എന്നാൽ പറയുന്നതിലും ചെയ്യുന്നതിലും സത്യസന്ധത 100% പുലർത്തുന്ന അൽ അമീൻ എന്ന് അറേബ്യ, തൻ്റെ ജന്മനാട്, തന്നെ അനുഭവിച്ചവർ മുഴുവൻ തൻ്റെ ചെറിയ പ്രായത്തിലും തൻ്റെ യുവത്വകാലത്തിലും തന്നെ വിളിച്ച് ആദരിച്ച ആളാണിത്, അൽ അമീൻ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ സ്വാദിഖുമാണ്, മസ്ദൂഖുമാണ്. ആ നബിയാണ് ഈ പറയുന്നത് കേട്ടോ. അങ്ങനെ പറയാനുള്ള കാരണം, ഇനി പറയാൻ പോകുന്ന വിഷയം ഒരു നമ്മൾ കഴിഞ്ഞ ഹദീസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഗൈബിയായ കാര്യമാണ്. അതായത് ഇതിൽ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. ഒരു ഉമ്മ ഒരു കുട്ടിയെ ഗർഭാശയത്തിൽ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഇന്ദ്രിയത്തുള്ളിയിലും അണ്ഡവും ബീജവും കൂടിച്ചേർന്നുള്ള സിക്താണ്ഡവും അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ 40 ദിവസം കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങളും ഇന്നുള്ളതുപോലെ സ്കാൻ ചെയ്യാനോ അവിടെ ഗർഭാശയത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ നമുക്ക് വിവരിച്ചു തരാനുള്ള സംവിധാനമില്ല. ഒരു 100-200 കൊല്ലം മുമ്പുള്ള നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പറയാണ്, ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ ആ ഒരു ഗർഭകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ, ഈ പ്രവചനം കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു സത്യസന്ധനാണ്.
പ്രവചനം നടത്തുന്ന പ്രവാചകനാണ്. പിന്നീട് ശാസ്ത്രം തെളിയിച്ച് ലോകം അന്തം വിട്ടുപോയ അത്രയും അസന്നിഗ്ധമായ പ്രഖ്യാപനം, ആ ഒരു പ്രവചനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങ് വിശ്വസിച്ചോളൂ, കാരണം ഇത് സ്വാദിഖുൽ മസ്ദൂഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അന്ന് ആ നൂറ്റാണ്ടിലോ അടുത്ത നൂറ്റാണ്ടിലോ ഒന്നും ഈ സ്കാനിങ് സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ഗർഭാശയത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അത് സത്യമേ ആവൂ. വഹുവ സ്വാദിഖുൽ മസ്ദൂഖ്, പറയുന്നതിൽ 100% സത്യസന്ധത പുലർത്തുകയും അവിടത്തേക്ക് കിട്ടുന്ന സ്രോതസ് നമുക്കത് 100% വിശ്വസിക്കാൻ പറ്റുന്നതുമാണ്. അതുകൊണ്ട് മറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുക കൂടിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല. മനുഷ്യരുടെ മുഴുവൻ അവസ്ഥകളിലേക്കും വിരൽ ചൂണ്ടുന്ന വളരെ മഹത്തായ ഒരു ഹദീസാണിത്. നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ ഈ ഭൗതികമായ ജീവിതത്തിലേക്ക് നമ്മളുടെ വരവിനെക്കുറിച്ച് പറയുന്നു. പിന്നെ ഇവിടെ കഴിഞ്ഞ് ഇനി വിജയമാണോ പരാജയമാണോ ഉള്ളത് എന്ന കാര്യം ചർച്ച ചെയ്യുന്നു. അങ്ങനെ അതുപോലെ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഖദർ ഖളാ അനുസരിച്ച് അള്ളാഹുവിന് മുമ്പേ അറിയാമെന്നും എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് അള്ളാഹുവിൻ്റെ ഖദർ ഖളാ അനുസരിച്ചാണെന്നും ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹുവ ഹദീസുൻ അദീമുൻ ജലീൽ, ഇത് വളരെ മഹത്തായ ഒരു ഹദീസാണിത്. യതഅല്ലഖു ബിമബ്ദഇൽ ഖൽഖി വനിഹായതിഹി, സൃഷ്ടിപ്പിൻ്റെ അതിൻ്റെ തുടക്കം അതിൻ്റെ ഒടുക്കം ഇതുമായി ഈ ഹദീസ് ബന്ധപ്പെടുകയും അതുപോലെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിലും അതിൻ്റെ ഒടുക്കത്തിലും അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചാണല്ലോ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്, അതിനെക്കുറിച്ചും ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പല മഹാന്മാരും ഈ ഹദീസിൻ്റെ എല്ലാ വിഷയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന, നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം ഒടുക്കം, അതുപോലെ ഇനി നമ്മുടെ മടക്കം എങ്ങനെയായിരിക്കും, ഒന്നുകിൽ പരാജയമായിരിക്കും അല്ലെങ്കിൽ വിജയമായിരിക്കും, അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ ആയുസ്, അതിനിടയിൽ സംഭവിക്കാവുന്ന നമുക്ക് കിട്ടേണ്ടുന്ന റിസ്ഖ്, ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ മഹാന്മാർ ഈ ഹദീസ് ചർച്ച ചെയ്ത ഹദീസ് വിശദീകരിച്ച മുഹദ്ദിസീങ്ങൾ ശാരിഹീങ്ങൾ അവരെല്ലാം ആ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസിൻ്റെ ടെക്സ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന അഹദക്കും, തീർച്ചയായും നിങ്ങളിൽ ഒരാൾ, യുജ്മഉ ഖൽഖുഹു, അവൻ്റെ ഖൽഖിന് ജംഅ ചെയ്യപ്പെടുന്നു. ഖൽഖ് എന്ന് പറഞ്ഞാൽ അൽമാഉ അല്ലദി യുഖ്ലഖു മിൻ, ഏതൊരു വെള്ളത്തിൽ നിന്നാണോ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത്. യുജ്മഉ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു, യുളമ്മു എന്നാണ് അതിൻ്റെ അർത്ഥം. എവിടെ? ഫി ബത്നി ഉമ്മിഹി, അവൻ്റെ ഉമ്മയുടെ ഉദരത്തിൽ. ബത്ന് കൊണ്ടിവിടെ ഉദ്ദേശിച്ചത് ഗർഭാശയമാണ്. കുല്ലിനെ പറഞ്ഞ് ജുസ്ഇനെ ഉദ്ദേശിച്ചതാണ്. നുത്ഫത്തായിട്ട്, നുത്ഫ എന്ന് പറഞ്ഞാൽ അൽമാഉ സ്വാഫി, ഉദ്ദേശം ഹുവൽ മനി. അപ്പോ ഇന്ദ്രിയത്തുള്ളിയായി ഈ അണ്ഡവും ബീജവും കൂടിച്ചേർന്ന, അതാണ് ജമഅ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, സിക്താണ്ഡമായി 40 ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ 40 ദിവസം. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക്, പിന്നെ അതുപോലെ 40 ദിവസം അത് അലഖയായിരിക്കും. ദിവസം, ആദ്യത്തെ 40 ദിവസം നുത്ഫത്തായി, പിന്നീടുള്ള 40 ദിവസം അത് അലഖത്തായിട്ട് നിലകൊള്ളുകയാണ്.
ആദ്യ സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ, അതായത് ആ 40 കഴിഞ്ഞ ഉടനെ യക്കൂനു അത് ആയി മാറും. യക്കൂനു എന്ന് പറഞ്ഞാൽ യസ്വീറു അലഖത്തൻ, അലഖത്തായി മാറും. അലഖ എന്ന് പറഞ്ഞാൽ വഹുവ ദമുൽ ഖലീദുൽ മുതജമ്മിദു, ഉറച്ച രക്തക്കട്ട. അപ്പോൾ ആദ്യം 40 ദിവസം നുത്ഫത്തായി, പിന്നെ 40 ദിവസം അത് രക്തക്കട്ടയായി മാറും. മിസ്ല ദാലിക്, അതുപോലെ, അതായത് മിഖ്ദാറ ദാലിക സമനല്ലദി മറ വഹുവ 40 യൗമൻ, 40 ദിവസം നേരത്തെ നുത്ഫത്തായി നിലകൊണ്ടല്ലോ, ആ നുത്ഫത്ത് പോലെ തന്നെ 40 ദിവസം അത് അലഖത്തായി നിലകൊള്ളും. ഈ സാധാരണ നമ്മുടെ സൂറത്തുൽ അലഖിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. വേറെയും ആയത്തുകളിൽ ഈ ഭ്രൂണശാസ്ത്രം വിശദമായി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു 40 കഴിഞ്ഞില്ല, അപ്പോൾ 80 ദിവസമായി. യക്കൂനു അതായി മാറും, മുളകത്തായി മാറും, അതായത് ചെറിയ മാംസകഷ്ണമായി മാറും. അതൊരു തൊള്ളയിലിട്ട് ചവക്കാൻ മാത്രം വലിപ്പമുള്ള സാധാരണ മലഹ യംലഹു എന്ന് പറഞ്ഞാൽ ചവക്കുക. അങ്ങനെ ചവക്കാൻ മാത്രം വലിപ്പമുള്ളതായത് കൊണ്ടാണ് അതിന് മുളകത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ മുമ്പ് അലഖത്ത് എന്ന് പറയാനുള്ള കാരണം, അത് ഈ ഗർഭാശയത്തിൽ അള്ളി പിടിക്കുന്നത് കൊണ്ട്, ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് അതിന് ഈ അലഖത്ത് എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ആദ്യം നുത്ഫത്തായി, പിന്നെ അലഖത്തായി, പിന്നെ മുളകത്തായി, അങ്ങനെ മൊത്തം 120 ദിവസം, 4 മാസമായി. സൂറത്തുൽ ഹജ്ജിന്റെ 5-ാം വചനത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ്, ഈ പുനരുദ്ധാരണ ദിവസത്തിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ടുണ്ടെങ്കിൽ, പുനർജന്മത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നമ്മളാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചത്. അങ്ങനെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് പടച്ചിട്ടുണ്ട്. അതായത് വകുല്ലുകും മിൻ ആദം വ ആദമു മിനത് തുറാബ്, നിങ്ങളൊക്കെ അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങളൊക്കെ ആദമിൽ നിന്നാണ്. ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല പടച്ചത് മണ്ണിൽ നിന്നാണ്. അതാണ് ആ ഒരു ഘട്ടം അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സുമ്മ മിൻ നുത്ഫ, പിന്നെ നിങ്ങളെ നുത്ഫത്തിൽ നിന്ന്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ പടച്ചു. അങ്ങനെ അത് പിന്നെ ഘട്ടം മാറി, സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുളഗ, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഘട്ടമായി വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ്. ഒന്ന് വിശാലമായി ചിന്തിക്കുമ്പോൾ പല ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യർ, പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങൾ, അതായത് റൂഹ് ഊതുന്നത് വരെയുള്ള ആ ഘട്ടമാണ് ഇവിടെ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് നമുക്ക് ആ എല്ലുകൾ രൂപപ്പെടുന്നുണ്ട്, അത് മാംസം കൊണ്ടത് പൊതിയുന്നുണ്ട്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മറ്റൊരു രൂപത്തിലേക്ക് അല്ലാഹു തആല അവനെ മാറ്റുന്നുണ്ട്. ഇതെല്ലാം സൂറത്തുൽ മുഅ്മിനൂനയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. 12-ാമത്തെ വചനം മുതൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതിനെ കുറിച്ച് ആദം നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു സൃഷ്ടികർമ്മമാണ് അവിടെ പറഞ്ഞത്. ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما. ഉണ്ടോ? ആ മുളകത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ആ എല്ലിനെ നമ്മൾ മാംസവുമായി പൊതിയുകയാണ്. ثم أنشأناه خلقا آخر, പിന്നെ നമ്മൾ മനുഷ്യനെ മറ്റൊരു സൃഷ്ടിയായിട്ട്
സുബ്ഹാനല്ലാഹ്. അതിന് കേൾവി വരുന്നുണ്ട്, കാഴ്ച വരുന്നുണ്ട്, സംസാരം വരുന്നുണ്ട്. തീർത്തും വ്യത്യസ്തമായ രീതിയിലേക്ക് മനുഷ്യനെ അല്ലാഹു തആല അവനെ പടക്കുകയാണ്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതുപോലെ ഒരു കർത്താവ് വേറെയില്ല. അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ അറിയാനും അറിഞ്ഞ് ആരാധിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. നമ്മൾ നമ്മുടെ നഫ്സിനെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് സൃഷ്ടാവിനെ അറിയാൻ കഴിയും. അങ്ങനെ ഈ 4 മാസം വരെ ഉമ്മായുടെ ഗർഭാശയത്തിൽ നുത്ഫത്തായി 40 ദിവസം, പിന്നെ അലഖത്തായി 40 ദിവസം, പിന്നെ മുളകത്തായി 40 ദിവസം, അതായത് മൊത്തം 120 ദിവസം. 4 മാസം പൂർത്തിയായി കഴിഞ്ഞാൽ 5-ാമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ സുമ്മ യുർസലു ഇലൈഹിൽ മലക്, പിന്നെ അതിലേക്ക് മലക്കിനെ നിയോഗിക്കപ്പെടുന്നു. ആരാണ് നിയോഗിക്കുന്നത്? ആരാണ്? ഹുവല്ലാഹ്, അല്ലാഹുവാണ്. അല്ലാഹു തആല ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നു. ഫയൻഫുഖു ഫീഹി റൂഹ്, ആ മലക്കാണ് അതിൽ ആത്മാവിനെ ഊതുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സാധാരണ ഖൽബ്, റൂഹ്, നഫ്സ്, അഖ്ല് ഇതിനൊക്കെ ഒരേ അർത്ഥത്തിൽ തന്നെ കിതാബുകളിൽ പ്രയോഗിക്കാറുണ്ട്. അവിടെ ഈ റൂഹ്, ഖൽബ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടെ ഇപ്പോൾ നമുക്ക് റൂഹിനെ എടുക്കാം, വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിലും അതിനെ ഉപയോഗിക്കാറുണ്ട്. ഖൽബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയം എന്ന് പറയും, റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ന് പറയും, നഫ്സ് എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറയും, അഖ്ല് എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറയും. അങ്ങനെയും പ്രയോഗിക്കാറുണ്ട്. ഏതായാലും ഈ റൂഹ്, ജിസ്മാനിയായ റൂഹുണ്ട്, അതിന് റൂഹുൽ ഹൈവാനി എന്ന് പറയും. അത് നമ്മുടെ ശരീരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ ശരീരത്തിൻ്റെ നാഡി ഞരമ്പുകളിലൂടെ മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, റൂഹുൽ ഹൈവാനി. എന്നാൽ റൂഹാനിയായ, തീർത്തും മലക്കൂത്തിയായ റൂഹുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞത് ജിസ്മാനിയായ റൂഹാണ്, മുൽക്കിയായ റൂഹ് എന്നൊക്കെ നമുക്ക് പറയാം. അതിനുശേഷം ഇവിടെ 4 മാസം പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ റൂഹാനിയായ, മലക്കൂത്തിയായ, അതായത് നമുക്കൊരു പിടുത്തവും കിട്ടാത്ത, മനുഷ്യർ കൈകാര്യം ചെയ്യാത്ത, മനുഷ്യന് അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത, അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ആ റൂഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വയസ്അലൂനക അനിർ റൂഹ്, ആ റൂഹിനെ കുറിച്ച് അവർ അങ്ങയോട് ചോദിക്കും നബിയെ. ഖുലിർ റൂഹ്, ഖുൽ നബിയെ അങ്ങ് പറയുക, അർ റൂഹ്, ആ റൂഹ് ഉണ്ടല്ലോ, അത് മിൻ അംരി റബ്ബി, അത് അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളിൽപ്പെട്ടതാണ്, അത് മലക്കൂത്തിയായ കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞത്. അതായത് റൂഹാനിയായ കാര്യങ്ങളിൽപ്പെട്ടതാണ്, മലക്കൂത്തിയായ കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു. അപ്പോൾ ആ റൂഹിനെ, ഇനി അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായി നമുക്കറിയില്ല, പിന്നെ ഹദീസ് ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമുള്ളത് കൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആ വിവിധ ഘട്ടങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നേയില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാംസപിണ്ഡത്തിലേക്ക് ഒരു മലക്ക് മുഖേന റൂഹിനെ അല്ലാഹു തആല പ്രവേശിപ്പിക്കുകയാണ്. എന്നിട്ട് ഇനി അതവിടെ നിർത്തുന്നു. വയുമറു ബി അർബഇ കലിമാത്തിൻ, 4 കലിമത്തുകളെ കൊണ്ട് അല്ലാഹു തആല ആ 4 കലിമത്തുകളെ കൊണ്ട് കൽപ്പിക്കപ്പെടുകയാണ്. കൽപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. 4 കാര്യങ്ങളാണ് ഇവിടെ. ബിക്കത്ത് ബി റിസ്ഖിഹി, ആ 4-ാം മാസത്തിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് കണക്കാക്കപ്പെടുന്നത്? 1 ബിക്കത്ത് ബി റിസ്ഖിഹി, ആ മനുഷ്യൻ്റെ റിസ്ഖിനെ എഴുതണം. റിസ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ഖ് 2 വിധമുണ്ട്. റിസ്ഖുൻ യഖൂമു ബിഹിൽ ബദൻ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ റിസ്ഖ്, അതായത് വെള്ളം, ഭക്ഷണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആവശ്യമായ റിസ്ഖ്. ഇനി നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ, നമ്മുടെ ദീനിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ റിസ്ഖ്, അത് നമുക്ക് ഇൽമ വേണം, തഖ്വ വേണം, ഇങ്ങനെ പലതും വേണമല്ലോ. ഇതൊക്കെ നമ്മുടെ
ആത്മാവിന് ആവശ്യമായ, അതായത് ആത്മീയതക്ക് നമ്മുടെ ദീനിന് ആവശ്യമായ റിസ്ക്കുണ്ട്, ശരീരത്തിന് ആവശ്യമായ റിസ്ക്കുണ്ട്. എല്ലാ റിസ്ക്കും എഴുതണമെന്ന് കൽപ്പിക്കപ്പെടുന്നു, എഴുതുന്നു. ഇന്നിപ്പോ മനുഷ്യന്റെ ശരീരം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ കുറിച്ചുള്ള വിവരണങ്ങൾ കിട്ടാൻ DNA ടെസ്റ്റ് മുഖേന സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ DNA ടെസ്റ്റ് നമ്മുടെ ഇന്ന് ലോകത്തുള്ള മൊത്തം പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിലെ വിവരങ്ങൾ എത്രയുണ്ടോ അതിലധികം ആ സ്ക്രിപ്റ്റിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമുക്കത് അതിൽ എഴുതപ്പെട്ടത് വായിച്ചു തീർക്കാൻ സാധ്യമല്ലാത്ത വിധം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് ഇതൊക്കെ സ്വന്തമുണ്ടായതാണ്, സ്വയംഭൂവായതാണ്. ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് പറയാൻ ബുദ്ധിയുള്ളവന് കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു തആല ഈ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞത്, മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച്, ഓ മനുഷ്യ, നീ വന്ന ഘട്ടങ്ങളെ മനസ്സിലാക്കിയാൽ നീ സൃഷ്ടാവിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ അത്രയും നമ്മുടെ ഈ മലക്കിനോട് നമ്മിൽ എഴുതാൻ വേണ്ടി പറയുന്നത്, ഒന്ന് റിസ്ഖിനെ എഴുതുക, ബികത്ബി റിസ്ഖിഹി, ഈ ആളുടെ റിസ്ഖ് എഴുതണമെന്നത് കൊണ്ട് കൽപ്പിക്കപ്പെടുന്നു. വ അജലിഹി, അവന്റെ ആയുസ് എത്രയാണ്, ആയുസ് അവധി എത്രയാണ്, ഇനി എന്നാണ് തിരിച്ചു പോവുക. സൃഷ്ടികർമ്മം തുടങ്ങിക്കഴിഞ്ഞു, ഇനി ഈ സൃഷ്ടിയുടെ ഒരു ഒടുക്കമുണ്ട്, അത് എന്നാണ്, അവധി എത്രയാണ് ഇവിടെ ശേഷിക്കുന്നത്. അജൽ എന്ന് പറഞ്ഞാൽ അവധി, എത്ര കാലം ഇവിടെ ഉണ്ടാവും, ബഖാ ആണ് ഉദ്ദേശിക്കുന്നത്. വ അമലിഹി, മനുഷ്യന്റെ പ്രവർത്തനം, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടണം എന്നുള്ള ആ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ആദ്യമേ എഴുതപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ വ ശഖിയുൻ ഔ സഈദ്, ആ മനുഷ്യൻ പരാജിതനാണോ വിജയിയാണോ, അന്തിമമായി ഇവൻ വിജയികളിലാണോ പെടുക, പരാജിതനിലാണോ പെടുക. അപ്പൊ 4 കാര്യം നമ്മളിൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. 1 റിസ്ഖ്, 2 ആയുസ്, 3 പ്രവർത്തനം, 4 വിജയിയാണോ പരാജിതനാണോ എന്നത്. ഇൻഷാ അള്ളാഹ് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇതിൻ്റെ നാളെ അടുത്ത ക്ലാസ്സിൽ കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ബുഖാരി മുസ്ലിം ഒത്തുദ്ധരിച്ച ഈ ഹദീസിന്റെ വിശദീകരണം അവസാനിപ്പിക്കാം. അള്ളാഹു ഖബൂലാക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا، رب تمم بالخير والسعادة إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحسين من أهل السنة والجماعة. പറയുന്നതിൽ നമുക്ക് 100% വിശ്വസിക്കപ്പെടാൻ പറ്റുന്ന, അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന മസ്തൂഖായ, സത്യം മാത്രം പറഞ്ഞ് പരിചയമുള്ള സ്വാദിഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ മാതാവിൻ്റെയും ഉദരത്തിൽ നടക്കുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച്, നുത്ഫ, അലഖ, മുളഗ, ഈ ഘട്ടങ്ങളെക്കുറിച്ച്, ഈ ഭ്രൂണശാസ്ത്രമെന്ന് പറയുന്ന വലിയ സത്യം ഒരു സഹസ്രാബ്ദം മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ പ്രവചിച്ച പ്രവാചകൻ അവിടുന്ന് നമ്മളോട് പറഞ്ഞു, അങ്ങനെ റൂഹ് ഊതിക്കഴിഞ്ഞാൽ 4 കാര്യം അവിടെ തീരുമാനിക്കപ്പെടുന്നു. 1 അവൻ്റെ റിസ്ഖ്, ദീനിയും ദുനിയവിയുമായ അവൻ്റെ റിസ്ഖ്, അവൻ്റെ ആയുസ്, അവൻ്റെ പ്രവർത്തനം, അവൻ
ആത്യന്തികമായി അവൻ വിജയിയാണോ പരാജിതനാണോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫവല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, അള്ളാഹു സാക്ഷിയാണ്, അല്ലദി, ആ അള്ളാഹു തആല എങ്ങനെയുള്ളവനാണ്, ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ഗൈറുഹു, അവനല്ലാതെ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റൊരാളിവിടെയില്ല, ആരാധനക്കർഹൻ അള്ളാഹു തആല മാത്രം. അങ്ങനെയുള്ള ആരാധനക്കർഹനായ അള്ളാഹു തആല, ആ അള്ളാഹുവാണ് സത്യം. ഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, ഇന്ന അഹദക്കും, തീർച്ചയായും നിങ്ങളിൽ ഒരുവൻ, ലയഅമലു, അദ്ദേഹം പ്രവർത്തിക്കും, ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളുടെ പ്രവർത്തനം. അതായത് അയാൾ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, എല്ലാ കാര്യവും ചെയ്യും. ഏതുവരെ? ഹത്ത മാ യകൂനു ബൈനഹു വ ബൈനഹ ഇല്ലാ ദിറാ, ഹത്ത മാ, ഒന്ന് വരെ, യകൂനു ബൈനഹു, ഹത്ത മാ യകൂനു ബൈനഹു വ ബൈനഹ, അവൻ്റെ ഇടയിലും ആ സ്വർഗത്തിൻ്റെ ഇടയിലും ഉണ്ടാവുകയില്ല, ഇല്ലാ ദിറാ, ഒരു മുഴമല്ലാതെ. അപ്പൊ സ്വർഗത്തിൽ കടക്കാനയക്കണ്, അവസാന ടൈം വരെ സൽക്കർമ്മങ്ങളിൽ മാത്രം മുഴുകിയ ഒരാള്, അങ്ങനെ ഫയസ്ബിഖു അലൈഹി അൽ കിതാബ്, ഈ ഗർഭാശയത്തിൽ ഗർഭം ധരിച്ച് 4 മാസമായി ആത്മാവിനെ ഊതിയ സന്ദർഭം, അദ്ദേഹത്തിൻ്റെ വിജയപരാജയങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ രേഖ അത് അവൻ്റെ മേൽ മുങ്കടക്കും. ആ രേഖ അവനെ അതിജയിക്കും, ഹൈജാക്ക് ചെയ്യും. അതായത് രേഖയിലുള്ളതുപോലെ കാര്യം സംഭവിക്കും. അപ്പൊ ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ, നരകാവകാശിയുടെ പ്രവർത്തനം അയാൾ ചെയ്യും. അങ്ങനെ ഫയദ്ഖുലുഹ, അയാൾ നരകത്തിൽ പ്രവേശിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നാൽ വ ഇന്ന അഹദക്കും, നിങ്ങളിൽ ഒരുവൻ, ലയഅമലു ബിഅമലി അഹ്ലിന്നാരി, അയാൾ നരകത്തിൻ്റെ പ്രവർത്തനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കള്ളു കുടിക്കുന്നു, അല്ലെങ്കിൽ നാവ് കൊണ്ട്, കൈ കൊണ്ട്, കാലുകൊണ്ട്, ഇങ്ങനെ വേണ്ടാത്ത ചിന്തകൾ, അല്ലെങ്കിൽ കുഫർ, ഷിർക്ക്, ബിദ്അത്ത്, ഇങ്ങനെ ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹ ഇല്ലാ ദിറാ, അയാളുടെയും ആ നരകത്തിൻ്റെയും ഇടയിൽ ഒരു മുഴമല്ലാതെ ഇല്ല, നരകത്തിൽ കടക്കാനായിട്ടുണ്ട്. അത്രത്തോളം അയാൾ നരകത്തിൻ്റെ പ്രവർത്തനം ഇങ്ങനെ ചെയ്തപ്പോൾ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അയാളുടെ മേൽ അയാളുടെ കിതാബ് മുൻകടന്നു. അള്ളാഹുവിൻ്റെ തീരുമാനം അയാളെ അതിജയിച്ചു. അയാൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് അയാൾ മാറുകയും ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളുടെ പ്രവർത്തനം, അതായത് സുഹൃതങ്ങൾ, നല്ല വിശ്വാസം, സൽക്കർമ്മം അയാൾ ചെയ്യുന്നു. ഫയദ്ഖുലുഹ, അയാൾ സ്വർഗത്തിൽ കടക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയെ, അള്ളാഹുവിൻ്റെ തീരുമാനത്തെ മറികടക്കാൻ ഒന്നിനും കഴിയില്ല. ഹദീസ് അർത്ഥം വച്ചത് നിങ്ങൾക്ക് ഓരോ പദങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ ആശയം, ഒരാൾ ഒരുപാട് കാലം അയാൾ സൽക്കർമ്മം ചെയ്യുന്നു, അയാളുടെ മരണം അടുത്തിട്ടുണ്ട്, പക്ഷെ അവസാനം വെച്ചിട്ട് അയാളെ പ്രവർത്തനം പഴച്ചുപോയി, അയാളെ ഇസ്ലാം പഴച്ചുപോയി, ഈമാൻ തെറ്റിപ്പോയി, അങ്ങനെ ഒരു അവസ്ഥ. ഇത് അല്ലാഹു തആല മുമ്പേ കണക്കാക്കിയതാണ്. ചില ആളുകൾ ജീവിതത്തിൻ്റെ അവസാനം വരെ അയാൾ വേണ്ടാത്ത ജീവിതം, ഒന്നുകിൽ കുഫറിലായി, ഷിർക്കിലായി ജീവിച്ച് അവസാന ടൈമിൽ എന്തോ വഅദ് കേട്ടു, അല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട്
അയാൾക്ക് ബോധോദയമുണ്ടായി, അയാൾ മുസ്ലിമായി, നല്ല മുഅ്മിനായി. ആ ഒരു അവസാന ടൈമിൽ വെച്ച് അദ്ദേഹം സ്വർഗാവകാശിയായി മാറി. ഇത് അല്ലാഹു തആല കാലേ കൂട്ടി അങ്ങനെ തീരുമാനിച്ചതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ആശയവും മനസ്സിലായി. അതായത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആത്മാവ് നമ്മിലേക്ക് സന്നിവേശിക്കപ്പെട്ട ആ സമയത്തിൽ നമ്മുടെ വിജയം പരാജയം എല്ലാം എഴുതിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതും നീങ്ങുന്നതും. ഇത് കേൾക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയം, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ പഠിച്ചിട്ടോ ഇല്ലാത്ത ആളുകൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയം, പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ട് എന്താ കാര്യം? കാരണം നമ്മൾ ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയാലോ, അല്ലെങ്കിൽ നമ്മൾ ആ പരാജിതരിലാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യം പറയുകയാണ്. നമ്മൾ ഓട്ടമത്സരത്തിൽ കൂടുകയാണ്. ഉദാഹരണം, 1000 മീറ്റർ ആണ് എങ്കിൽ ഒരു റൗണ്ട് 100 മീറ്റർ, രണ്ടാമത്തെ റൗണ്ട്. ഇതിൽ അവസാന അതുവരെ നമ്മളായിരുന്നു 500ാമത്തെ റൗണ്ടിൽ നമ്മളാണ് ഒന്നാമത്, അല്ലെങ്കിൽ 9ാമത്തെ റൗണ്ടിലും നമ്മളാണ് മുമ്പിൽ. അതുകൊണ്ടൊന്നും കാര്യമില്ല. അവസാനം ആരാണോ ആ ലൈനിൽ എത്തുന്നത്, 1000 മീറ്റർ ആരാണോ പൂർത്തിയാക്കുന്നത്, അപ്പോൾ ആരാണോ അതിൽ മുമ്പിലെത്തുന്നത് അയാളാണല്ലോ വിജയി. എന്നതുപോലെ അവസാനമാണ് നോക്കുക എന്ന് ചുരുക്കം. വിജയമാണോ പരാജയമാണോ എന്ന് ആഖിബത്ത് നോക്കിയിട്ട്, അന്ത്യം നോക്കിയിട്ടാണ് തീരുമാനിക്കുക. അതെല്ലാറ്റിലും അങ്ങനെ തന്നെയാണ്. ഒരു കുട്ടി എക്സാം എഴുതുന്നു, നന്നായി പഠിക്കും, കൊല്ലം മുഴുവൻ പഠിച്ചു, അവസാനം പരീക്ഷയിൽ അവൻ തോറ്റു. പരീക്ഷയിൽ അവനൊന്നും എഴുതിയില്ല. അപ്പോൾ അവനൊന്നും എഴുതിയില്ല എങ്കിൽ ഒരു പബ്ലിക് എക്സാം ഉദാഹരണം, എന്നും ക്ലാസ്സിൽ സ്ഥിരമായി വരുന്നു, അല്ലെങ്കിൽ അവൻ നന്നായി പഠിക്കുന്നുണ്ട്, പക്ഷേ പരീക്ഷ പേപ്പറിൽ എഴുതിയിട്ടില്ലെങ്കിൽ അവൻ പരാജയപ്പെടും. ഇത് സാധാരണ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വരുമ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ തീരുമാനം, ഖദർ, അള്ളാഹുവിൻ്റെ ഖളാ, അള്ളാഹുവിൻ്റെ കിതാബ് എന്ന് നമ്മൾ ചെറിയൊരു രീതിയിൽ അത് മനസ്സിലാക്കണം. അള്ളാഹുവിനെ നമ്മളെപ്പോലെ കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അറിവ് പോലെ, നമ്മുടെ തീരുമാനം പോലെ, നമ്മുടെ കഴിവ് പോലെ അള്ളാഹുവിനെ തുല്യനാക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനൊരു ചോദ്യം തന്നെ വരുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഒരു ക്ലാസ്സിൽ 10 വിദ്യാർത്ഥികളുണ്ട്, അതിൽ 5 വിദ്യാർത്ഥികൾ ജയിക്കും, 5 വിദ്യാർത്ഥികൾ പരാജയപ്പെടുമെന്ന് അധ്യാപകൻ ആദ്യമേ എഴുതി വെച്ചു. ഈ അധ്യാപകൻ ഇത് എഴുതി വെച്ചത് അധ്യാപകന് ആ കുട്ടിയെക്കുറിച്ച് നല്ല ബോധമുള്ളത് കൊണ്ടാണ്. പരിപൂർണമായി ആ കുട്ടിയെ അറിയാവുന്ന അധ്യാപകനാണ് എഴുതിയത്, ആ കുട്ടി ജയിക്കും. ആ കുട്ടിയെക്കുറിച്ച് 100% അറിയുന്ന അധ്യാപകനാണ് എഴുതിയത്, ആ കുട്ടി പരാജയപ്പെടും. അങ്ങനെ ആ കുട്ടി പരാജയപ്പെടുന്നത് ഈ അധ്യാപകൻ ഈ കുട്ടി തോൽക്കുമെന്ന് നേരത്തെ എഴുതി വെച്ചത് കൊണ്ടാണോ? അല്ല. പിന്നെ അധ്യാപകൻ എഴുതിയത് എന്തുകൊണ്ടാണ്? അധ്യാപകൻ ഈ കുട്ടിയെ അറിയാം. എന്നതുപോലെ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഭാവി, ഭൂതം, വർത്തമാനം എന്ന് പറയുന്ന ഈ സകല കാലങ്ങൾ, എല്ലാ കാലങ്ങളെയും ഒരുപോലെ അറിയുന്ന, കാലവ്യത്യാസമില്ലാതെ എല്ലാം ഒരുപോലെ പരിപൂർണമായി അറിയുന്ന അള്ളാഹുവിനെ ഒരു പടപ്പിനെ കുറിച്ചറിയാം, അവൻ വിജയിയാണോ പരാജിതനാണോ എന്ന്. അപ്പോൾ ഒരു അധ്യാപകൻ നമ്മളെക്കുറിച്ച് അങ്ങനെ എഴുതി വെച്ചത് കൊണ്ടല്ല പരാജയപ്പെട്ടത്, പകരം നമ്മൾ പരീക്ഷയിൽ പെർഫോം ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നെ എഴുതി വെച്ചതോ ആദ്യമേ അറിയുന്ന കാര്യം രേഖയിലാക്കി എന്ന് മാത്രം.
മനുഷ്യൻ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഇഖ്തിയാർ, ചോയ്സ്, അതായത് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട ജീവിയാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന റൂമിൽ എൻ്റെ ചെയർ, എൻ്റെ മുമ്പിലുള്ള ടേബിള്, അതിനൊന്നും തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ കൈ ഉയർത്തുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കൈ താഴ്ത്തി. എൻ്റെ കൈ ഉയർത്തിയതും താഴ്ത്തിയതും എൻ്റെ ഇഖ്തിയാർ അനുസരിച്ച്, അല്ലാഹു തആല എനിക്ക് തന്ന ഇഖ്തിയാർ അനുസരിച്ചാണ്. ആ ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ആ ഇച്ഛാ സ്വാതന്ത്ര്യം അല്ലാഹു തആല തന്നത്, അതിനെ അല്ലാഹു തആല എനിക്ക് തന്നു, നിങ്ങൾക്ക് തന്നു. ഇതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് വിശദമായി പഠിക്കേണ്ടതും പറയേണ്ടതുമാണ്. നേരെ മറിച്ച് ഇപ്പൊ നോക്കൂ, എൻ്റെ പൾസ്, എൻ്റെ കയ്യിൽ മിടിപ്പ്, അത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല നടക്കുന്നത്. എൻ്റെ നെഞ്ചിൻ്റെ തുടിപ്പ് എൻ്റെ ഇഷ്ടപ്രകാരമല്ല നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അപ്പോൾ അത് നമ്മുടെ ഇഷ്ടപ്രകാരം, നേരെ മറിച്ച് ഞാനിപ്പോൾ എനിക്ക് കോഴിക്കോടേക്ക് പോകണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ അവിടെ പോകുന്നു, ഞാൻ പോയി വരുന്നു. എന്നാൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ മറ്റു ജന്തുജാലങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു നമ്മുടെ മുമ്പിലുള്ള എൻ്റെ ഇവിടെയുള്ള ഈ ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഇവിടെയുള്ള ഫൈബർ വസ്തുക്കൾ, ഇവകൾക്കൊന്നും അങ്ങനെ ഒരു ഇഖ്തിയാർ ഇല്ല. അപ്പൊ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ നൽകിയിട്ടുണ്ട്. എന്നാൽ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പഴച്ച വിഭാഗമാണ് ജബരിയത്ത്. അവർ പറയുന്നത് നമ്മൾ ഒരു ഡോളിനെ, നമ്മൾ പാവകളെ പോലെയാണ്. അതായത് എല്ലാം അല്ലാഹു തആല ഏകപക്ഷീയമായി തീരുമാനിക്കുകയും നമുക്ക് അതിൽ ഒരു ചോയ്സും തരാതെ അല്ലാഹു തആല, നമ്മളിപ്പോൾ ഒരു പാവയെ റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ നമുക്കതിലൊരു ഇഖ്തിയാറൊന്നും തന്നിട്ടില്ല എന്നാണ് ജബരിയത്ത് പറയുന്നത്. എന്നാൽ അവർ പഴച്ച വിഭാഗമാണ്. ഖദരിയത്ത് പറയുന്നത് അള്ളാഹുവിന് തീരെ റോളില്ല, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളത് തന്നെയാണ്, നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, അതിൽ അള്ളാഹുവിന് റോളുമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവൻ്റെ തീരുമാന പ്രകാരമാണ് എല്ലാം ഇവിടെ നടക്കുകയുള്ളൂ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് ഇഖ്തിയാറും തന്നിട്ടുണ്ട്. അപ്പൊ ഖദറുണ്ട്, ഖദാ ഉണ്ട്, അതിൽ ഖൈറുണ്ട്, ഷർറുണ്ട്. എനിക്ക് അല്ലാഹു തആല ഇഖ്തിയാർ തന്നിട്ടുണ്ട്. അതായത് സത്യാസത്യ വിവേചന ശക്തിയും ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുണ്ട്. അതിനെത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ, ഇപ്പൊ ഇവിടുന്ന് അങ്ങാടിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. ആ ഒരു ചോയ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നു. അപ്പൊ എനിക്ക് തീരുമാനമെടുക്കാം. ആ തീരുമാനമെടുത്താൽ പോരാ, എന്നിട്ട് ഞാൻ അതിന് ശ്രമിക്കണം. അതിനുള്ള കഴിവ് അല്ലാഹു തആല എനിക്ക് തന്നു. പക്ഷേ ഞാൻ നടക്കാൻ കഴിയാത്തവനാണെങ്കിൽ, അല്ലെങ്കിൽ അല്ലാഹു തആലയുടെ തീരുമാനം ഇല്ലെങ്കിൽ ആ കർമ്മം അവിടെ സംഭവിക്കുകയില്ല. അപ്പൊ ഇഖ്തിയാർ എന്ന് പറയുന്ന ഒരു സംഗതി അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ ഇങ്ങനെ എഴുതി വച്ചാലും, അവൻ തോൽക്കുമെന്ന് എഴുതി വച്ചാലും, എഴുതി വച്ചിട്ടില്ലെങ്കിലും ആ വിദ്യാർത്ഥി പരീക്ഷയിൽ ഞാൻ തോൽക്കാൻ സാധ്യതയുണ്ടല്ലോ, ഞാൻ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അവന് പഠിക്കാതിരിക്കുകയാണോ വേണ്ടത്? അതല്ല, എനിക്കറിയില്ല ഇതിൻ്റെ അവസാനം ജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓടിയാൽ, സ്കൂളിലെ സ്പോർട്സിൽ പങ്കെടുത്ത് ഞാൻ ഓടിയാൽ എനിക്ക് വിജയം കിട്ടുമോ പരാജയം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ശ്രമിക്കുക എന്നുള്ളത് ഇഖ്തിയാർ നൽകപ്പെട്ടത് കൊണ്ട്, നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ കഠിന പ്രയത്നം നടത്തിയാൽ ശുഭ പ്രതീക്ഷയോടുകൂടെ, ഒരു വിദ്യാർത്ഥി
പരീക്ഷയിൽ ഞാൻ വിജയിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ എന്തായാലും വിജയിക്കും, എനിക്ക് വിജയിച്ചേ പറ്റൂ എന്ന ബോധ്യത്തോടുകൂടെ അവൻ അതിനുവേണ്ടി ശ്രമിക്കലാണ് ബുദ്ധി എന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. അതാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, നമ്മുടെ അന്ത്യം നമുക്കറിയില്ല. നമ്മൾ വിജയിക്കുമോ നമ്മൾ പരാജയപ്പെടുമോ എന്നറിയില്ല. ആ വിദ്യാർത്ഥി ചെയ്തതുപോലെ നമ്മൾ ശ്രമിക്കുക, കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക, നമ്മൾ ആഗ്രഹിക്കുക. അന എന്ത വന്നി അബുദി, എൻ്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും ഞാൻ അവരെ സമീപിക്കുക. ലാ തഖനതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. മാത്രമല്ല ലാ യറുദ്ദുൽ ഖദ്റ ഇല്ല ദുആ, പ്രാർത്ഥനയുണ്ടെങ്കിൽ അല്ലാഹു തആല അവൻ്റെ ഖദ്റിനെ, അല്ലാഹു തആല അവൻ കണക്കാക്കിയതിനെ അവൻ തട്ടിമാറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ള സ്വദഖത്തു റദ്ദുൽ ബലായ, പരീക്ഷണങ്ങളെ ധർമ്മം അത് തട്ടിമാറ്റും, ആപത്തുകളെ തടയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഖദ്റ് മുബറമായ ഖലാഉമുണ്ട്, അള്ളാഹുവിൻ്റെ ഖലാഅ് മുബറമായ ഖലാഉമുണ്ട്, മുഅല്ലഖായ ഖലാഉമുണ്ട്. അതിൽ മാറ്റപ്പെടുന്നതുണ്ട്, മാറ്റപ്പെടാത്തതുണ്ട്. അപ്പോൾ നമുക്ക് നൽകിയ ബുദ്ധിയും ഇഖ്തിയാറും കൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുകയും അതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ഇൻഷാ അള്ളാഹ് വിജയിക്കാൻ കഴിയും. അള്ളാഹു തആല വിജയികൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹദീസിൻ്റെ വേർഡ്സുകൾ, അതിൻ്റെ ഓരോ അർത്ഥങ്ങൾ പറഞ്ഞു. ആ ഹദീസ് ഒന്നാകെ വായിച്ച് അർത്ഥം വെച്ചു. അതിനുശേഷം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ആ വിഷയം മനസ്സിലാക്കിയിട്ടുള്ള ഇല്ലാത്ത ആളുകൾക്ക് സംശയം വരാനുള്ളത് കൊണ്ട് അല്പം ഒന്ന് വിശദീകരിച്ചതാണ്. അൽഹംദുലില്ലാഹ്. അൽ അർബഈൻ അൻ നവവിയ്യ, കിതാബുൽ അർബഈനയിലെ 4 ഹദീസ് നമ്മൾ കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് ഇനി അടുത്ത ദിവസം നമുക്ക് 5-ാമത്തെ ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസാണ് പറയാനുള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.